أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى. فقلنا يا آدم إن هذا عدو لك ولزوجك ولا يخرجنكما من الجنة فتشقى. إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ത്വാഹയുടെ 114 മുതൽ 119 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. فتعالى الله الملك الحق. فتعالى الله, അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു, ഏറ്റവും ഉന്നതനാകുന്നു അള്ളാഹു. അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവായ സാക്ഷാൽ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനായിരിക്കുന്നു. വലാ തഅജൽ ബിൽ ഖുർആനി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ താങ്കൾ ധൃതി കാണിക്കരുത്, താങ്കൾ ധൃതിപ്പെടരുത്. മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു, അള്ളാഹുവിൻ്റെ വഹ്യ് താങ്കൾക്ക് കിട്ടിക്കഴിയുന്നതിന് മുമ്പായി, അള്ളാഹുവിൻ്റെ ബോധനം താങ്കൾക്ക് നൽകി കഴിയുന്നതിന് മുമ്പായി താങ്കൾ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ, ഖുർആൻ്റെ വിഷയത്തിൽ താങ്കൾ ധൃതി കാണിക്കരുത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, വഖുൽ, താങ്കൾ പറയുക, റബ്ബി സിദ്നി ഇൽമാ, അള്ളാഹുവേ എനിക്ക് നീ ഇൽമ്, അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്, എനിക്ക് അറിവ് കൂട്ടിത്തരണമേ, വർദ്ധിപ്പിച്ചു തരണമേ എന്ന് താങ്കൾ പറയുക. വലഖദ് അഹിദ്നാ ഇലാ ആദം അലൈഹിസ്സലാമിനോട് നാം കരാർ ചെയ്ത സന്ദർഭം. വലഖദ് അഹിദ്നാ ഇലാ ആദം അലൈഹിസ്സലാമിനോട് നാം കരാർ ചെയ്ത സന്ദർഭം. മിൻ ഖബ്ലി, മുമ്പ്. ഫനസിയ, പക്ഷേ അദ്ദേഹം അത് മറന്നുപോയി. ഫനസിയ, അദ്ദേഹം അത് മറന്നു. വലം യജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് നാം ദൃഢനിശ്ചയം കണ്ടില്ല. ഈ വിഷയത്തിൽ ആദം അലൈഹി ഇസ്ലാമിന് ഒരു ദൃഢനിശ്ചയം ഉണ്ടായില്ല, ദൃഢനിശ്ചയം നാം കണ്ടില്ല. വൈദ ഖുൽനാ ലിൽ മലായികത്തി, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഉസ്ജുദു ലി ആദമ, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന്, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഫസജദു, അപ്പോൾ അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് ഒഴികെ, ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും സുജൂദ് ചെയ്തു. അബാ, അയാൾ വിസമ്മതിച്ചു. ഫഖുൽനാ, അപ്പോൾ നാം പറഞ്ഞു, യാ ആദമു, ഓ ആദം, ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക, തീർച്ചയായും ഇത് നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി, അവൻ നിങ്ങളെ പുറത്താക്കാതിരിക്കട്ടെ.
സ്വർഗത്തിൽ നിന്ന്. ഫതഷ്ക, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ക്ലേശിക്കേണ്ടി വരും, നിങ്ങൾക്ക് ക്ലേശം അനുഭവപ്പെടും. അങ്ങനെ നിങ്ങളെ അവൻ പുറത്താക്കാതിരിക്കട്ടെ. ഇന്നലക്ക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, തീർച്ചയായും താങ്കൾക്ക് ഇവിടെ വിശക്കേണ്ടി വരില്ല. ഇന്നലക്ക അല്ലാ തജൂഅ ഫീഹ, താങ്കൾക്കിവിടെ വിശക്കേണ്ടി വരില്ല. വലാ തഅറ, താങ്കൾ നഗ്നനാവുകയുമില്ല, താങ്കളുടെ വസ്ത്രം ഉരിഞ്ഞു പോവുകയും ഇല്ല. വഅന്നക ലാ തദ്മഉ ഫീഹ, താങ്കൾക്കിവിടെ ദാഹം വരില്ല. വലാ തദ്ഹ, അതേപോലെ തന്നെ താങ്കൾക്ക് വെയിലേൽക്കുകയുമില്ല. താങ്കൾക്ക് ദാഹം ഉണ്ടാവില്ല, അതേപോലെ തന്നെ താങ്കൾക്ക് വെയിലേൽക്കുന്ന അവസ്ഥയും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നിത്യം പ്രകടമാക്കുകയാണ്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്, അള്ളാഹുവാണ് യഥാർത്ഥ രാജാവ്, അത്യുന്നതനായ അള്ളാഹുവാണ് യഥാർത്ഥ രാജാവ്. മറ്റുള്ളവരൊക്കെ രാജാക്കന്മാരെന്ന് വിളിക്കാന്നല്ലാതെ അതിനുള്ളൊരു പ്രാപ്തി അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹു അവരുടെ കഴിവ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിൽ വേറെ ആൾ തോറ്റാൽ അതോടുകൂടി അവരില്ലാതാവും. പക്ഷേ അള്ളാഹു അത്യുന്നതനാണ്, അതോടൊപ്പം അള്ളാഹു സർവാധി രാജനുമാണ്. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു, അള്ളാഹുവിൻ്റെ വഹി പൂർത്തിയാകുന്നത് വരെ ഒരിക്കലും തന്നെ താങ്കൾ ധൃതിപ്പെട്ട് പാരായണത്തിന് ഒരുങ്ങരുത്. ഇതിനെപ്പറ്റി ഒന്നിലേറെ അഭിപ്രായങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതുമ്പോൾ ഒപ്പം തന്നെ ഓതാറുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി കൊടുത്ത് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മറന്നു പോകുമെന്ന് വിചാരിച്ച് വേഗം വേഗം ഓതി ഒപ്പം എത്തുക, അല്ലെങ്കിൽ മറികടക്കുന്ന രൂപത്തിലേക്ക് അത്രയും സ്പീഡിൽ എത്തുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്, വഹി പൂർണ്ണമാകുന്നത് വരെ താങ്കൾ ധൃതിപ്പെട്ട് ഓതരുത് എന്ന്. അതേപോലെ തന്നെ മറ്റൊരു അഭിപ്രായമുള്ളത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നജറാനിലെ കുറച്ച് ദൂതന്മാരും മക്ക നിവാസികളും ഒക്കെ തന്നെ വന്നിട്ട് 1-2 ദിവസം കൊടുത്തിട്ട് പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് ഉത്തരം പറഞ്ഞുതരാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നബിക്ക് വഹി പിന്തിപ്പോയിന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വൈകിച്ചതാണ്. ഖുർആൻ ഇങ്ങനെ ആരുടെയെങ്കിലും ആവശ്യപ്രകാരം ഇറക്കി കൊടുക്കുന്നതല്ല. അവരോട് വാക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന ദിവസം മുതൽ പറഞ്ഞു തരാമെന്ന് പറയാവുന്ന അവസ്ഥയിലല്ല. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആദ്യത്തെ വിശദീകരണത്തിനാണ് പ്രാമുഖ്യമുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വഹി കിട്ടുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം അത് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അതിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ പറഞ്ഞത് വഖുർ റബ്ബി സിദ്നി ഇൽമ, അള്ളാഹിനോട് താങ്കൾ പറയേണ്ടത് റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ, അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾക്കും അള്ളാഹിനോട് പറയാനുള്ള വാക്കാണ് റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണം. പിന്നീട് പറയുന്നത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥ തന്നെയാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ കഥ യഥാർത്ഥത്തിൽ 6ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇതിൽ കാണുന്നത്. അൽ ബക്കറയിൽ വന്നിട്ടുണ്ട്, അറാഫിൽ വന്നിട്ടുണ്ട്, അൽ ഹിജറിൽ വന്നിട്ടുണ്ട്, അൽ ഇസ്രായിൽ വന്നിട്ടുണ്ട്, അൽ കഹ്ഫിൽ വന്നിട്ടുണ്ട്. വീണ്ടും അതേ സംഗതി തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ, ആദം അലൈഹി ഇസ്ലാമിനോട് നാം കരാർ ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹം അത് മറന്നുപോയി. വലം യജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് ഒരു ദൃഢനിശ്ചയം നാം കണ്ടില്ല. ആദം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു ഈ പിശാചിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് ആ ഓർമ്മ വരാതെ നിന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വേണ്ടത്ര ഈ കാര്യത്തിൽ ഒരു ദൃഢനിശ്ചയം
കണ്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വൈദ കൊല്ലാലിൽ മലായിക സ്തുതി ആദമ, മലക്കോട് നാം പറഞ്ഞ സന്ദർഭം, ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന്. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. ആദം അലൈഹി ഇസ്ലാമിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്കളോട് കാര്യങ്ങൾ ചോദിച്ചു. മലക്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആദം അലൈഹി ഇസ്ലാം ഒക്കെ പറഞ്ഞപ്പോൾ ആദമിന് സുജൂദ് ചെയ്യുക, ആദം നിങ്ങളെക്കാൾ മുകളിലാണ് എന്ന രൂപത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സജദോ ഇല്ല ഇബിലീസ് ഒഴിച്ചു. ബാക്കി അവിടെ കൂടിയ ആൾക്കാരൊക്കെ സുജൂദ് ചെയ്തു. അപ്പോൾ അയാൾ വിസമ്മതിച്ചു. അപ്പോൾ ആ വിസമ്മതിക്കുക എന്ന് പറയുന്നത് അത് ആദം അലൈഹി ഇസ്ലാമിന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. പിശാച് അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്നുള്ളത്. ഫഖുൽന, എന്നിട്ട് നാം അദ്ദേഹത്തോട് പറയണം, യാദം, ഓ ആദം, ഇന്ന ഹാദ അദുവ്വുലക വലി സൗജിക, ഇത് നിൻ്റെയും നിൻ്റെ ഇണയുടെയും ശത്രുവാണ്. ഇത് നിൻ്റെയും നിൻ്റെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി, നിങ്ങളെ രണ്ടുപേരെയും ഇവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. ഫതഷ്ക, അപ്പോൾ നിങ്ങൾക്ക് ക്ലേശം അനുഭവപ്പെടും, നിങ്ങൾ ക്ലേശിക്കും. ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് ഇബ്ലീസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ ആദമിനും ഹവ്വാക്കും മനസ്സിലാക്കി കൊടുത്തതാണ്. ഇവർ കാരണത്താൽ നിങ്ങൾ സ്വർഗത്ത് പുറത്തയക്കാം എന്ന് വരെ പറഞ്ഞു കൊടുത്തു. ആദം അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ ഭൂമിയിലേക്ക് തന്നെ സൃഷ്ടിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇബ്ലീസ് ഉണ്ടെന്നും ആ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പോലും വഴിപഴപ്പിക്കാൻ പ്രാപ്തമായ അവസ്ഥയിലാണ് എന്നും അതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിക്കണമെന്നും മറ്റുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളത്. ഇബ്ലീസ് വഴിയായി സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോരുക എന്നുള്ളത് നിങ്ങളുടെ ശത്രുവാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. മാത്രമല്ല ഫതഷ്ക, അങ്ങനെ പുറത്തു വന്നാൽ നിങ്ങൾ ക്ലേശിക്കും. സ്വർഗത്തിലുള്ള സൗകര്യങ്ങളും സംഗതികളൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരുപാട് പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും കേൾപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലക്ക അല്ലാത്ത ജുഅഫിഹ വലാ തഅറ, താങ്കൾക്ക് ഇവിടെ വിശക്കൂല, അതേപോലെ തന്നെ നഗ്നത കാണൂല. അതായത് സ്വർഗീയമായ വസ്ത്രങ്ങൾ വന്നണിയാണ് ചെയ്യുക, നമ്മൾ എടുത്തണിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കയ്യിലേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യുക. നമ്മൾ പോയി അധ്വാനിച്ച് കിളച്ച് ഉണ്ടാക്കേണ്ടതില്ല. വിത്ത് മുളപ്പിച്ച് അത് വലുതായി അതിൽ നിന്ന് ധാന്യങ്ങൾ ലഭിക്കേണ്ട അവസ്ഥയില്ല. നമ്മുടെ കയ്യിലേക്ക് പാകമായ വസ്തുക്കൾ കിട്ടുന്ന അവസ്ഥയാണ് സ്വർഗത്തിലുള്ളത്. വാനരക്ക ലാ തളുമ ഫിഹ വല തൽഹ, അതേപോലെ തന്നെ വെയിലിൻ്റെ ആ ചൂട് അത് താങ്കൾക്ക് അനുഭവപ്പെടില്ല. അതേപോലെ തന്നെ ഇവിടെ ദാഹിക്കില്ല. ആ ദാഹജലവും അതുപോലത്തെ സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ തണലിട്ട് കൊടുക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാവും. ഇതെല്ലാം കിട്ടുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു നിലക്കും ഇബ്ലീസ് നിങ്ങളെ പുറത്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അഥവാ പിശാച് നമ്മെ പുറത്താക്കാൻ വേണ്ടി, നമ്മെ സ്വർഗത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കും എന്ന് ആദം സന്തതികൾക്ക് ബോധ്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. എന്നിട്ടും ആദം അലൈഹി ഇസ്ലാമിനെ പിഴപ്പിക്കാൻ അഥവാ സ്വർഗത്ത് പുറത്ത് വരുത്താൻ ഇബ്ലീസിന് സാധിച്ചു എന്നുള്ളതാണ്. ആ ഇബ്ലീസിനെ നമ്മളും ഭയപ്പെടണം, നമ്മളും സൂക്ഷിക്കണം. നമ്മളെല്ലാ ചെയ്തിക്ക് പിന്നിലും ഇബ്ലീസ് വരാൻ സാധ്യതയുണ്ട്. ഇബ്ലീസിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം നല്ല വിശ്വാസികളായി, നല്ല ഭക്തരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.